ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സും ആണ്. ഈ കൺസെപ്റ്റ്സ് മാർക്കറ്റിങ്ങുമായിട്ട് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് അറിയണം. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ it is the combination of activities directed at satisfying human needs and wants through a process of exchange എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ പ്ലാനിങ് വരും, അതുപോലെ തന്നെ ഡിസൈനിങ് വരും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വരും, ഇങ്ങനെ അതുപോലെ തന്നെ പ്രൈസിങ് വരും, പ്രൊമോഷൻ വരും. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് മാർക്കറ്റിങ്ങിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടാണ് അവിടെ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് ഉള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്. ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സപ്ലൈ അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഡിമാൻഡുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ആ സപ്ലൈനെ മീറ്റ് ചെയ്യാനുള്ള അഡീഷണൽ പ്രൊഡക്റ്റ് നമുക്കവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത നമ്മളവിടെ മാർക്കറ്റ് റിസർച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ ഇനി ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അതിനെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൈസിങ് നടത്തണം, പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ നടത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഇനി ഈ മാർക്കറ്റിങ്ങും മറ്റ് പല കൺസെപ്റ്റ്സുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഒന്നും കൂടി ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വൈഡർ കൺസെപ്റ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇതിൻ്റെ അണ്ടറിലാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല കൺസെപ്റ്റ്സും വരുന്നത്. ഇതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് പല കൺസെപ്റ്റ്സും വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിൽ പ്രൊമോഷൻ ഉണ്ട്, പ്രൈസിങ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ബ്രോഡർ ആക്ടിവിറ്റീനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 P's അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന നമ്മുടെ 4 P's കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രോഡർ ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ 4 P എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഡക്റ്റ്, പിന്നെ പ്രൈസ്, പിന്നെ പ്ലേസ്, പിന്നെ പ്രൊമോഷൻ. ഇങ്ങനെ 4 ആക്ടിവിറ്റീസും ഈ മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇതിലെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു, പിന്നെ അതിനെ പ്രൈസ് ചെയ്യുന്നു, അത് ഏത് പ്ലേസിലാണ് ഏത് ലൊക്കേഷനിലാണ് അതിൻ്റെ സെയിൽ നടത്തേണ്ടത് എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നു. പിന്നെ പ്രൊമോഷൻ നടത്തുന്നു, ആ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്ത് ആളുകളിലേക്ക് എത്തണം എന്നൊക്കെയുള്ളത് നമ്മൾ മാർക്കറ്റിങ്ങിലാണ് തീരുമാനം എടുക്കുന്നത്. അപ്പം ഇനി മാർക്കറ്റും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? മാർക്കറ്റ്, വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്ലേസ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ് അല്ലെങ്കിൽ ഒരു റീജിയൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ടേക്സ് പ്ലേസ്. അതായത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ ഒരു എക്സ്ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിനെയും ഇൻക്ലൂഡ് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്.
Market refers to the total of demand of the potential buyers for a product. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ബയേഴ്സാണ് ആ ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബയേഴ്സ് ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റിന് എത്ര പൊട്ടൻഷ്യൽ ബയേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള അതെല്ലാം കമ്പൈൻ ചെയ്ത ഒന്നാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇസ് മെയ്ഡ് ഓഫ് ഡിമാൻഡ് എന്നാണ് നമ്മൾ പറയാം. അതായത് ഒരു പ്രൊഡക്റ്റിന് എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെയാണ് അതിൻ്റെ മാർക്കറ്റും ഉള്ളത്. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇതും ഒരു കീ പോയിൻ്റാണ്. നമ്മൾ മാർക്കറ്റിങ്ങിൽ ഒരു കമ്പനീനെ മൊത്തമായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുന്നത്. അങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത് ആരുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്? നമ്മൾ കസ്റ്റമർ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിനാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ബ്രാൻഡിനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനീനെ മൊത്തമായിട്ടാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കണം. അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയാണ് അവിടെ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് എയിം ചെയ്യുന്നത്. പിന്നെ ഒരു കമ്പനീനെ മൊത്തമായിട്ട് അവിടെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. Market covers only exchange functions, but marketing covers exchange functions and other facilitating functions. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാർക്കറ്റിങ്ങിൽ എക്സ്ചേഞ്ച് ഫംഗ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസും അതിനകത്തുണ്ട്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ മിയർ എക്സ്ചേഞ്ച് ആണ്. അതായത് ഒരു സെല്ലർ അയാളുടെ പ്രൊഡക്റ്റ് ബയർക്ക് കൊടുക്കുന്നു, ബയർ അയാളുടെ കയ്യിലുള്ള എമൗണ്ട്, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഈ സെല്ലർക്ക് കൊടുക്കുന്നു. ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ് മാത്രമാണ് മാർക്കറ്റിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഫംഗ്ഷൻ മാത്രമാണ് മാർക്കറ്റിൽ കവർ ചെയ്യുന്നത്. അതേസമയം മാർക്കറ്റിങ്ങിൽ എക്സ്ചേഞ്ച് ഫംഗ്ഷനൊപ്പം ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസും കൂടി നടക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്, പ്രൈസിങ് ഉണ്ട്, ഇതൊക്കെ അതിലുണ്ട്. മാർക്കറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ദ സിറ്റുവേഷൻ, ബട്ട് മാർക്കറ്റിംഗ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ദ ആക്ടിവിറ്റീസ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ്റെ സം ടോട്ടലാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ സം ടോട്ടലാണ്. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയനിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതിൻ്റെ സം ടോട്ടലാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ അതിൻ്റെ സം ടോട്ടലാണ്. അതേസമയം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ സം ടോട്ടലാണ്. മാർക്കറ്റ് ഇസ് എ നാരോ കൺസെപ്റ്റ്, ബട്ട് മാർക്കറ്റിംഗ് ഇസ് എ വൈഡർ കൺസെപ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് സെവറൽ ആക്ടിവിറ്റീസ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കൺസെപ്റ്റാണ്, നാരോ കൺസെപ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിംഗ് ഒരു വൈഡർ കൺസെപ്റ്റാണ്. ഇനി സെല്ലിംഗ് വേഴ്സസ് മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് എന്താണ് എന്നറിയാം. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിനുള്ള ക്യാഷ് ഈക്വലൻ്റ് ബയർ നമുക്ക് തരുന്നു, സെല്ലർക്ക് കൊടുക്കുന്നു. അതാണ് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സെല്ലിംഗ് ഇസ് കൺഫൈൻഡ് ടു പെർസുവേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ടു ബൈ ഫേംസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഫേമിൻ്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയേഴ്സിനെ പെർsuade ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് സെല്ലിംഗ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ലൈക്ക് വേരിയസ് പ്രൊമോഷണൽ മെഷേഴ്സ്, മാർക്കറ്റിംഗ് റിസർച്ച്, ആഫ്റ്റർ സെയിൽ സർവീസസ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തുകയാണ് ഏത് പ്രൊഡക്റ്റാണ് അവിടെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ നടക്കുന്നതാണ്. അങ്ങനെ തുടങ്ങി ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ആഫ്റ്റർ സെയിൽ എന്താണ്, അതിൻ്റെ റിവ്യൂ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ മാർക്കറ്റിങ്ങിലാണ്
ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേസമയം സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ആ ഒരു സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. Selling starts after the production process is over and ends with the handing over of the money to the seller by the buyer. അതായത് ബയർ സെല്ലർക്ക് പണം കൊടുക്കുന്നതോടുകൂടി സെല്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ അവിടെ കഴിഞ്ഞു. സെല്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ അതിൻ്റെ സെല്ലിംഗ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൊസീജിയർ എൻഡ് ചെയ്യുന്നത് ബയർ സെല്ലർക്ക് ക്യാഷ് ഈക്വലൻ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ അവിടെ കഴിഞ്ഞു. അതേസമയം മാർക്കറ്റിംഗ് അങ്ങനെയാണോ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ബയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസസ് എപ്പോഴൊക്കെ നടത്തണം, അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ എന്തൊക്കെയാണ്, ഇതൊക്കെ കളക്ട് ചെയ്യുക, ഇതൊക്കെ ചേർന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോക്കസ് ഇസ് ഓൺ ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്. സെല്ലിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്ന എന്താണ്? സെയിൽസ് കുറേ കൂട്ടുക, മാക്സിമൈസ് ചെയ്യുക, അതിലൂടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അതേസമയം മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ഇസ് ഓൺ ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉയർത്തുക, അതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓൾ ആക്ടിവിറ്റീസ് റിവോൾവ് അറൗണ്ട് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഒരു പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ചുറ്റുമാണ് ഈ ഒരു സെല്ലിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. ആ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ കസ്റ്റമേഴ്സിന് ഏറ്റവും എന്താ പറയുക, അവരെ ഏറ്റവും ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അത് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ളതാണ് സെല്ലിങ്ങിൽ നമ്മൾ കൺസേൺ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ നീഡാണ് മാർക്കറ്റിങ്ങിലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ പ്രൊഡക്റ്റിനല്ല ഇമ്പോർട്ടൻസ്, കസ്റ്റമർ നീഡ്സിന് നമ്മൾ ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മൾ അവിടെ വിൽക്കേണ്ടത്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നീഡ്സ് ഒന്നുമില്ല, നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അത് സെല് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ ആളുകളിലേക്ക് അവരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ സെല്ലിങ്ങിൽ നോക്കുന്നത്. അതേസമയം മാർക്കറ്റിങ്ങിൽ നമ്മൾ നോക്കുന്നത് കസ്റ്റമർ നീഡ്സ് പഠിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. അതേസമയം സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണോ പ്രൊഡക്റ്റ് അത് നമ്മൾ വിൽക്കാനാണ് ശ്രമിക്കുന്നത്, അപ്പോൾ അത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഞാനിവിടെ സെല്ലിങ്ങിൻ്റെ പോർഷനിൽ നോക്കിയിട്ടാണ് ഡിഫറൻസ് പറയുന്നത് കേട്ടോ. നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ കുറച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇറ്റ് സ്ട്രെസ്സസ് ഓൺ നീഡ്സ് ഓഫ് ദ സെല്ലർ. ഇവിടെ സെല്ലറിൻ്റെ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ്, അതായത് ആരാണോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് അയാളുടെ റിക്വയർമെൻ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സെല്ലർ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ്. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിങ്ങിൽ ആരുടെ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക? കസ്റ്റമർ നീഡ്സിനാണ് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കുക. അതായത് നീഡ്സ് ഓഫ് ദ ബയറിനെയാണ് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാർക്കറ്റിങ്ങിലുള്ള ഒരു എക്സ്ട്രാ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നുള്ളതാണ്. ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്, ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഒരു കൂടിച്ചേർന്ന ഒരു രൂപമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇനി മെർക്കൻഡൈസിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത് സെല്ലിങ്ങുമായിട്ട് നമുക്ക് കുറച്ച് കണക്ഷൻ തോന്നുന്ന ഒരു ടേമാണ്. മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞ വേർഡ് മെർച്ചൻ്റ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ, ട്രേഡ് നടത്തുന്ന ആൾ. അപ്പോൾ ഇവിടെ മെർക്കൻഡൈസിങ് ചെയ്യുമ്പോൾ, അതായത് ട്രേഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. ഈ മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് ശേഷം നടക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സബ്സെറ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഈ കസ്റ്റമർ നീഡ്സും വാണ്ട്സും ഒക്കെ സ്റ്റഡി ചെയ്തു ഒരു പ്രോഡക്റ്റ്
ഇറക്കി, പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡക്റ്റിനുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തി നമ്മളത് നമ്മുടെ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു. പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലേക്കല്ലേ പോകുന്നത്, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ ഹോൾസെയിലേഴ്സ് അവരുടെ കയ്യിലെത്തിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ട്സിനെ എങ്ങനെയാണ് മറ്റ് റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്ക് ഒക്കെ എത്തിക്കുന്നത്, അതിന് അവർക്ക് അവരുടെ ഒരു സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിക്കണം. അതായത് അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ അഡ്വർടൈസ് ചെയ്യണം. അതാണ് മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. ആ ട്രേഡറുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ അയാൾ അഡ്വർടൈസ് ചെയ്യുക, അതിനെയാണ് മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു സെല്ലിങ്ങിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിനെയാണ് മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്പെസിഫിക് പ്രോഡക്ട്സിനെ അല്ലെങ്കിൽ സർവീസസിനെയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല. മാർക്കറ്റിങ്ങിൽ നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനീനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. മെർക്കൻഡൈസിങ്ങിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, അതായത് അയാളുടെ കയ്യിൽ എന്താണോ എത്തിയത്. ഇപ്പം ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ മിൽമ എന്ന് പറയുന്ന ഡയറി പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന അവർ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മിൽമേൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വിൽക്കുന്ന, അതായത് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെ മാത്രം വിൽക്കുന്ന ഒരു കടയാണെങ്കിൽ അവർക്ക് അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഫേം എന്ന് പറയുന്നത് അവർക്കായിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ കണ്ടെത്തിയിട്ടാണ് ആളുകളിലേക്ക് ഈ കമോഡിറ്റീസ് എത്തിക്കുന്നത്. അതേസമയം മിൽമ എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിന് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അതിൽ അവരുടെ എല്ലാ പ്രൊഡക്ട്സിനെയും കുറിച്ചുള്ള മാർക്കറ്റിംഗ് ആണ് അവരവിടെ നടത്തുക, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണ് അവരവിടെ നടത്തുക. Merchandising sells products after marketing has driven shoppers to them. It is concerned with promotion of specific products or services for sale and is a subset of marketing. ഇനി മെർക്കൻഡൈസിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് ടേം ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പ്രൊമോഷനാണ് അത് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലോങ് ടേം ആണ്. Merchandising is a form of marketing that focuses on presenting the product itself when and where customers are most likely to buy. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒരുക്കുക, അതിലൂടെ ആളുകളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെർക്കൻഡൈസിങ്ങിൽ എയിം ചെയ്യുന്നത്. നമ്മൾ ചില കടകളിലൊക്കെ കാണാറില്ലേ, നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ, അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്, അതൊക്കെ ഈ മെർക്കൻഡൈസിങ്ങിൻ്റെ ഭാഗമാണ്. കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഏരിയാസിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ആ പ്രൊഡക്റ്റിനെ കൂടുതൽ ആളുകളിലേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടും ഒക്കെ ആണ് ഈ മെർക്കൻഡൈസിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. Marketing is a broader effort that includes all possible kinds of promotion, including longer term brand awareness. മാർക്കറ്റിങ്ങിൽ കുറച്ച് വളരെയധികം ബ്രോഡറാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ബ്രാൻഡ് അവയർനെസ് എപ്പോഴും ആളുകളിൽ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അതായത് അത് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽ കഴിഞ്ഞാൽ അതവിടെ അവസാനിക്കുന്നില്ല. അത് ആ ഒരു ബ്രാൻഡ് അവയർനെസ് എപ്പോഴും നിലനിർത്താനായിട്ട് മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസസ്.
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു എവറി വൺ.